രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് സ്ട്രെച്ചിങ് അപരാധങ്ങളൊക്കെ ചെയ്ത് പണിക്ക് പോകാനായിട്ട് റെഡിയാവും കേട്ടോ. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇന്ന് ഉരുളൻകിഴങ്ങല്ല, ഇന്ന് പൂവിളവെടുപ്പാണ്. 2 മുട്ട, കുറച്ച് വെള്ളം. കമ്പനിയിലെത്തി, ടൈം കാർഡ് പഞ്ച് ചെയ്ത് വണ്ടി എടുത്തതേ എത്തി പൂ ഫാമിൽ. സോ ഇന്ന് ഉച്ച വരെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. പക്ഷെ ഉച്ച കുറച്ച് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഉരുളൻകിഴങ്ങിൻ്റെ കണ്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ ഇതാണ് ടൂള്. ഇത് വെച്ചങ്ങോട്ട് വെട്ടി എടുക്കുക തന്നെ. ഒരു കണ്ടത്തിൽ നിന്ന് മറ്റേ കണ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 10 മണി ബ്രേക്കാണ്. യു ഹാവ് ഡ്രിങ്ക്സ് ബ്രേക്ക്. മുതലാളി വളരെ നല്ല മനുഷ്യനാണ്, കുടിക്കാനൊക്കെ മേടിച്ചിരും. ഒരു കണ്ടത്തിൽ നിന്ന് മറ്റൊരു കണ്ടം. ഇത് നമ്മുടെ ഇന്തോനേഷ്യൻ തോമദാച്ചി. ഉച്ചയായി 12 മണിക്ക് ലഞ്ച് ബ്രേക്കാണ്. സോ ഞാൻ ബെന്തോ ലഞ്ച് ബോക്സ് കൊണ്ടുപോകണം ചെയ്യാറ്. അത് കഴിച്ചു. ദെൻ ഉച്ച കഴിഞ്ഞപ്പോൾ വെയിൽ തെളിഞ്ഞു. ഉരുളൻകിഴങ്ങ് ചെയ്യാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇന്ന് പണ്ടാർ ചൂടാണ്. ഞാൻ റെയിൻകോട്ടൊക്കെ ഊരി വെച്ചു. ഇന്ന് ഹാർവസ്റ്ററിലാണ് കേട്ടോ വെള്ളമെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 തടം ഇടയിൽ കൂടെയുള്ള ചാലിലേക്ക് എല്ലാം പെറുക്കിയിട്ടാൽ മതി. ഇന്തോനേഷ്യൻ തോമദാച്ചി. 5:30 കഴിഞ്ഞു. ജപ്പാനിലെ ആട്. തിരിച്ചു വന്നപ്പോൾ അപ്പച്ചൻ മിസോ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 66 വയസ്സുള്ള അപ്പച്ചനാണ് കേട്ടോ എൻ്റെ കൂടെ നിൽക്കണം. പിന്നെ വേറൊരു 25 വയസ്സുള്ള ജപ്പാൻകാരനുണ്ട്. ഒരു 55 വയസ്സുള്ള ഇന്തോനേഷ്യക്കാരിയുണ്ട്. പുള്ളിക്കാരത്തി കുമിയായുടെ സ്റ്റാഫാണ്. ഇവിടെ ഇന്തോനേഷ്യക്കാർ കുറേ ഉള്ളതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് ഒട്ടും വശമില്ലാത്തതുകൊണ്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസ് സ്റ്റാഫാണ് പുള്ളിക്കാരത്തി. നമ്മളൊരു പാൻ ഏഷ്യൻ ഡിഷ് തട്ടിക്കൂട്ടാണ്. ജപ്പാനിലെ ഓം റൈസ് ഫ്യൂഷൻ വിത്ത് കുറച്ച് ഇന്ത്യയിലെ കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചുമ്മാ. സോ ഇതാണ് ശരിക്കും. ഇതിനകത്ത് കുറച്ച് സോയാ സോസും കുറച്ച് ഉരുളൻകിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഓം റൈസായി. സോ കുറച്ച് ഇടിയിറച്ചി ഫ്രം ഇടുക്കി, കുറച്ച് തൈര്, കുറച്ച് അച്ചാർ. ഇറ്റ്സ് റെഡി. ഇത്തദാക്കിമാസ്. സൂപ്പ് കുടിച്ചപ്പോൾ അവൾ കഴുകാത്തതുകൊണ്ട് അതിൽ തന്നെ കഴിക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ അത് കഴുകി സമയം കളയണ്ടല്ലോ. സോ റൂമിൽ അപ്പച്ചൻ ഭയങ്കര സ്മാർട്ടാണ്. അടുത്ത 4 ദിവസത്തേക്കുള്ള ലഞ്ച് ഇപ്പം തന്നെ സെറ്റാക്കി വെച്ചു. സോ ഫാസ്റ്റ്. എന്താ അല്ലേ. ഫ്രിഡ്ജിനകത്ത് വയ്ക്കും, പുള്ളി ചൂടാക്കി എടുക്കും. പിന്നെ നമ്മുടെ തോഷിക്കോ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അന്ന് 77 വയസ്സായി. തോഷിക്കോ ഓ താൻജോബി ഒമദത്തോ ഗൊസൈമസ് നഗായി കിഷ്തേ ഇറ്റ്സുമോ ഷിയാവാസേദേ ഇത്തേ കുദാസായ് ഇറ്റ്സുമോ ബൊക്കുനോ കോത്തോ കീനി കാക്കേത്തെ കുരത്തെ ഹൊന്തോനി അരിഗാത്തോ ഗൊസൈമസ്.